Welcome all. In this video, I am going to explain reconciliation statement. We already know that in any big manufacturing concern, we have to maintain cost accounts and financial accounts. ഏതൊരു മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ, ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. അങ്ങനെ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായി, ലോസ് ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ട്സിൽ. അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റ് അസർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഈസ് ടു അസർടൈൻ ദി ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദി കൺസേൺ ഡ്യൂറിങ് എ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് അസർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കാം, സംടൈംസ് ഇറ്റ് മേ ബി നെറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കലും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസും അതുപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസും എഗ്രി ചെയ്യാറില്ല. എപ്പോഴും ഒരു ഡിസ്എഗ്രിമെൻറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസും ഒരിക്കലും മാച്ച് ചെയ്യാറില്ല, ഒരിക്കലും ഒരുപോലെ വരാറില്ല, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവാറില്ല. എപ്പോഴും അത് ഡിസഗ്രി ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വേറെ രീതി പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസിനെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസിനെയും റെക്കൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared at the end of an accounting period in order to verify the correctness of cost and financial accounts and to explain the causes of difference in profit or loss. അപ്പോൾ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡിലാണ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു വെരിഫൈ ദി കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെയും കറക്റ്റ്നെസ് എത്രമാത്രമാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൻഡ് ടു എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, രണ്ടിൻ്റെയും പ്രോഫിറ്റിൽ എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസും കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസും ഡിസഗ്രി ചെയ്യുന്നു, അതിൻ്റെ റീസൺസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് നേരെ ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് പോകാം. ഇതാണ് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. 3 കോളംസ് ആണുള്ളത്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ് കോളം ആൻഡ് ദ നെക്സ്റ്റ് 2 കോളംസ് എമൗണ്ട് കോളമാണ്. ഇത് നമുക്ക് ഈ റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർട്ട് വിത്ത് എ ബേസ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ എപ്പോഴും നമ്മൾ റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബേസ് പ്രോഫിറ്റ് ഓർ ലോസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതിൽ 4 കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർട്ടിങ് വിത്ത് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ബേസ് ആയിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ബേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് ലോസ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ലോസ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ ലോസ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതാണോ തന്നിരിക്കുന്നത് അത് വേണം നമ്മൾ ബേസ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ എഴുതണം പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ കോസ്റ്റ് ഓർ ഫിനാൻഷ്യൽ ബുക്സ്. ഓക്കെ, ഇതിനാണ് നമ്മളുടെ ബേസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ ബേസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ബേസ് ആയിട്ട് എടുക്കുക. ഇനി കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം എടുത്തെഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, നമ്മുടെ ബേസ് പ്രോഫിറ്റ് ഓർ ലോസ് ഏതാണ് എന്ന് വെച്ചാൽ അത് എടുത്തെഴുതുക. അതിൻ്റെ എമൗണ്ട് നമ്മൾ ലാസ്റ്റ് കോളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ബേസ് പ്രോഫിറ്റ് ഓർ ലോസിനോടൊപ്പം നമുക്ക് ചില സർട്ടൺ ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ചില ഐറ്റംസ് നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്, ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ റീസൺസ് ആണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അതിൽ ചില റീസൺസിനെ നമുക്ക് അല്ലെങ്കിൽ ചില ഐറ്റംസിനെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ചില ഐറ്റംസിനെ നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നമ്മൾ എവിടെയാണോ, ഏത് പ്രോഫിറ്റിലാണോ ഏത് ലോസിലാണോ എത്തിച്ചേരുന്നത് അതിനെയാണ് നമ്മൾ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ
നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത്, അതായത് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റിനോടൊപ്പം ചില ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അതുപോലെ തിരിച്ചു ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ചില ഐറ്റംസ് ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റിലായിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ലോസ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്, അതിനോടൊപ്പം നമ്മൾ ചില ഐറ്റംസ് ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസ് ലെസ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ലോസിലും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ലോസ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ചില ഐറ്റംസ് ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുന്നു, അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ലോസിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണോ എത്തിച്ചേരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, എവിടെയാണോ നമ്മൾ അറൈവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മളിവിടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ലെസ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഐറ്റംസിൽ ഏതൊക്കെയാണ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇൻകംസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഐഡന്റിഫൈ ദി എക്സ്പെൻസ് ഓർ ഇൻകം. ദാറ്റ് മീൻസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ഓർ ലോസും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ഓർ ലോസും ഡിസഗ്രി ചെയ്യുന്നു, അതിന്റെ റീസൺസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ റീസൺസിൽ ചില ഐറ്റത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതും ചില ഐറ്റത്തിനെയാണ് നമ്മൾ ലെസ് ചെയ്യുന്നതും. അപ്പം ഏതിനെ ആഡ് ചെയ്യണം, ഏതിനെ ലെസ് ചെയ്യണം എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ തന്നിരിക്കുന്ന ഐറ്റത്തിൽ ഏതൊക്കെയാണ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഇൻകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, ഐഡന്റിഫൈ ദി എക്സ്പെൻസ് ഓർ ഇൻകം. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞതാണ് ഐഡന്റിഫൈ ദി ഇമ്പാക്ട് ഓഫ് ദോസ് ഓൺ ദി ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെൻസ് ഏതാണ്, ഇൻകം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, അതിന്റെ ഇമ്പാക്ട് എത്രമാത്രമാണ്, നമ്മളുടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഈ ഓരോ എക്സ്പെൻസും ഇൻകവും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരുന്ന പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്, ഇഫ് ദി എക്സ്പെൻസ് ഇൻക്രീസസ്. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഐറ്റത്തിൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടുന്തോറും പ്രോഫിറ്റ് ഡിക്രീസസ്, പ്രോഫിറ്റ് കുറയുന്നു, ബട്ട് ലോസ് ഇൻക്രീസസ്, ലോസ് കൂടും. അതുപോലെ തന്നെ എക്സ്പെൻസ് ഡിക്രീസസ്, പ്രോഫിറ്റ് ഇൻക്രീസസ്, ബട്ട് ലോസ് ഡിക്രീസസ്. ഇനി നമ്മളുടെ ക്വസ്റ്റനിൽ ഇൻകം ആണ് തന്നിരിക്കുന്നതെങ്കിൽ when the income increases profit also increases but loss decreases. Okay, when income decreases, income കുറയും തോറും പ്രോഫിറ്റും കുറയുന്നു ബട്ട് ലോസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം, എന്തൊക്കെ ഐറ്റംസ് ലെസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓൺ ദി ബേസ് ഓഫ് ദോസ് ഇമ്പാക്ട് we have to add or deduct certain items to the base profit or loss. അങ്ങനെ ആ ഒരു ഇമ്പാക്റ്റിന്റെ ബേസിസിൽ ചില ഐറ്റത്തിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസിനെ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ എത്തുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മളുടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി അറൈവ് അറ്റ് ദി ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയത് പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ കോസ്റ്റ് ഓർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെയും പ്രോഫിറ്റ് ഓർ ലോസോ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. അതിനാണ് നമ്മളുടെ ബേസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ദെൻ അതിനോടൊപ്പം നമ്മൾ ചില ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തു, ആ എമൗണ്ട് നമ്മൾ ഇവിടെയാണ് എഴുതുക. ദെൻ അതിൽ നിന്ന് ചില ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നതാണ് നമ്മളുടെ ടാർഗറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റിലും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ആണ് ബേസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റിലായിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ലോസ് ആണ് ബേസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ലോസിലും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ ലോസ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ലോസിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, എന്തുകൊണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ഓർ ലോസും കോസ്റ്റ് അക്കൗണ്ട്സിന്റെ പ്രോഫിറ്റ് ഓർ ലോസും ഡിഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് ഡിസഗ്രി ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.